ഓണത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. എന്തായാലും പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് ഓണം നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റി. ഓണത്തിൻ്റെ പ്രിപ്പറേഷൻസും എല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത ഓണത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്. ഓണം തുടങ്ങുന്നതിന് മുന്നേ, ഓണത്തിന് ഒരു 1 മന്തൊക്കെ മുന്നേ തന്നെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങും. ക്ലീനിങ്ങും പിന്നെ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെക്കാനും പലഹാരങ്ങളും. ശരിക്കും പറഞ്ഞാൽ ഓണം എപ്പോഴും ഒരു നൊസ്റ്റാൾജിയാണ്. പഴയ ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. പഴയതൊന്നും ഇനി അതുപോലെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും കുറച്ചൊക്കെ നമുക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഈ തവണ കുറച്ച് പലഹാരങ്ങളൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചു. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 2 ദിവസം മുന്നേ കുറച്ച് കായ വറുത്തതും ശർക്കര വരട്ടിയൊക്കെ. പിന്നെ ഓരോ കറികളും ഒക്കെ ആയിട്ട് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് എന്തായാലും ഫാമിലി ആയിട്ട് ഓണം ആഘോഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ഓണവും അങ്ങനെ UAE തന്നെ ആഘോഷിക്കേണ്ടി വന്നു. അങ്ങനെ കഴിഞ്ഞ 4 വർഷമായിട്ട് ഓണം ഇവിടെ തന്നെയാണ്. അടുത്ത വർഷമെങ്കിലും നാട്ടിൽ പോയിട്ട് ഓണം ആഘോഷിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. 4 വർഷം മുന്നെയാണെന്ന് തോന്നുന്നു ഓണത്തിന് നാട്ടിൽ പോയത്. നാട്ടിൽ ചെന്ന് ബന്ധുക്കളും നമ്മൾ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ആഘോഷിക്കുമ്പോൾ ഓണത്തിനൊരു പ്രത്യേക വൈബാണ്. ഇവിടെ ഈ പ്രാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. അവധി ആയതുകൊണ്ട്, പിന്നെ സാറ്റർഡേ സൺഡേ ഓഫും കൂടെ ആയതുകൊണ്ട് ഓണം 3 ദിവസം ആഘോഷിക്കാനൊക്കെ പറ്റി. എന്നാലും എന്തൊക്കെയോ ഒരു മിസ്സിങ് ഉണ്ട്. ഈ സ്കൂളും കോളേജും ഒക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് പണ്ട് കാത്തിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ ഓഫീസ് വർക്ക്. അന്ന് എക്സാമൊക്കെ വരുമ്പോൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്നൊന്ന് വലുതായി ഒരു ജോലിയൊക്കെ കിട്ടിയിരുന്നെങ്കിലെന്ന്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് വലുതാവേണ്ടിയിരുന്നില്ല. അന്നത്തെ ആ കാലം തന്നെയായിരുന്നു നല്ലതെന്ന്. അങ്ങനെ ഓണത്തിൻ്റെ ഓരോന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. അച്ചാറൊക്കെ നിരത്തിയിട്ട് വെച്ചു. അത്യാവശ്യം നല്ലൊരു സദ്യ തന്നെ കേട്ടോ വീട്ടിലുണ്ടാക്കിയതും. നമ്മൾ മധുരപ്പച്ചടിയും, നമുക്ക് ഇഞ്ചിക്കറി കേട്ടോ കൊല്ലത്തോട്ടൊക്കെ. പിന്നെ ഞങ്ങളുടെ പരിപ്പ്, പപ്പടം, സേമിയ, ബോളി, അടപ്രഥമൻ, അങ്ങനെ എല്ലാം ചേർത്ത് നല്ല അടിപൊളിയൊരു സദ്യ. ഇതൊക്കെയല്ലേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. എന്തായാലും നാട്ടിൽ പോയിട്ട് ഓണം ആഘോഷിക്കാൻ പറ്റില്ല. എങ്കിൽ പിന്നെ ഉള്ള സമയം നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഇവിടെ തന്നെ ഓണം ആഘോഷിച്ചേക്കാവുന്ന പറ്റി. എന്നാലും കുറേ കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. നാട്ടിലാണെങ്കിൽ ഊഞ്ഞാലൊക്കെ ഇട്ട് അങ്ങനെ കുറേയേറെ ഓർമ്മകളുണ്ട്. വീട്ടിലായിരുന്നപ്പോൾ ഈ സദ്യ ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും നോക്കുകൂടി ഉണ്ടായിരുന്നില്ല. അമ്മ ഇങ്ങനെ സദ്യയൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ അവിടെ പോയിരുന്നു ഇങ്ങനെ കഴിച്ചു തീർക്കുക. ഇതൊക്കെയായിരുന്നു പരിപാടി. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അമ്മയൊക്കെ എന്തോരം എഫേർട്ട് എടുത്തിട്ടായിരിക്കും ഈ തിരുവോണത്തിൻ്റെ ഉച്ചയാവുന്നതിന് മുന്നേ ഇത്രയും കറികളുമായിട്ട് ഈ സദ്യയൊക്കെ ഉണ്ടാക്കി വെക്കുന്നതെന്ന്. അങ്ങനെ നമ്മളെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഇവിടെയുള്ള നമ്മളുടെ ഒരു ഗ്യാങ് ഉണ്ട്. ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ വർഷത്തെ ഓണം നന്നായിട്ട് ആഘോഷിച്ചു. 2 കൂട്ടം പായസവും ബോളിയും പിന്നെ നമ്മുടെ പരിപ്പും പപ്പടവും ഒക്കെ ആയിട്ട് നല്ല പുളിശ്ശേരിയും മധുരപ്പച്ചടിയും കിച്ചടിയും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഒരു ഓർമ്മകളല്ലേ. അങ്ങനെ 2025 ഓണവും കഴിഞ്ഞു. ഇനി 2026. ഇനി ഇങ്ങനെ ഒരു വർഷം കാത്തിരിക്കണം. അടുത്ത വർഷമെങ്കിലും നാട്ടിൽ പോയിട്ട് ഓണം ആഘോഷിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും നന്നായിട്ട് ഓണം ആഘോഷിച്ചില്ലേ? അങ്ങനെ ഓണം എല്ലാം കഴിഞ്ഞു. എല്ലാവരുടെയും ഓണമൊക്കെ അടിപൊളിയായിട്ടായിരുന്നു വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും താങ്ക് യു.